ഹായ്, അപ്പോൾ ഇന്ന് ചെയ്യാൻ പോണത് ഒരു പ്രോൺസിൻ്റെ കുക്കിംഗ് വ്ളോഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഈ പ്രോൺസ് കട്ട് ചെയ്യേണ്ടത്. കണ്ടില്ലേ? അതായത് ഇതിൻ്റെ നടുവിൽ കൂടെ കത്തി അല്ലെങ്കിൽ നമ്മളുടെ മീൻ വെട്ടുന്ന കത്രിക കൊണ്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇവിടം വരെ കട്ട് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ടി അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്രോൺസ് വേണം എടുക്കാനായിട്ട്. കണ്ടില്ലേ? ഞാൻ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് എടുക്കണം. പിന്നെ ഇതിൻ്റെ തലഭാഗത്തെ ഷെല്ല് നമ്മൾ കളയണം. ഇവിടുത്തെ ഷെല്ല് നമ്മൾ കളഞ്ഞിട്ടില്ല, പകരം കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 പ്രോൺസ് എടുത്തിട്ടുണ്ട്. 9 പ്രോൺസ് എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ പ്രോൺസ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മാരിനേഷൻ ഞാൻ പറയാം. ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രേവി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ എന്താ പറയുക, നിങ്ങളെ കാണിക്കണം എന്നുള്ളത് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാനത് അരച്ചു പോയി. ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയാം. ഞാനൊരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ 2 തണ്ട് വേപ്പില, പിന്നെ ഒരു ഇത്രയും പീസ് ഇഞ്ചി, പിന്നെ നാരങ്ങയുടെ ഇലയില്ലേ, നാരങ്ങയുടെ ഇല ഒരു 3-4 ഇല എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മസാല. ഇതെല്ലാം കൂടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഈ എന്താ പറയുക, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം പേസ്റ്റാക്കി കറിവേപ്പിലയും പിന്നെ നാരങ്ങയുടെ ഇലയും കൂടി പേസ്റ്റാക്കി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എരിവ് നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടിയൊക്കെ വേണമെങ്കിൽ എരിവിടാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എരിവാകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂണേ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ ഉപ്പൊന്ന് നോക്കട്ടെ. ഞാനിങ്ങനെ മാരിനേഷൻ ആക്കി കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കും. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ചില ആൾക്കാർക്ക് നല്ല കൈയളവായിരിക്കും, അവർക്ക് ഉപ്പ് ഇടുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ അല്ലാത്തവർക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യം ചെറുനാരങ്ങയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറുനാരങ്ങ എടുക്കാം. ചെറുനാരങ്ങ ഞാനിപ്പോൾ ഇതൊരു പകുതി ചെറുനാരങ്ങ കാണില്ലേ, പകുതി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് ഒരുപാട് വെള്ളം ആവാത്ത രീതിയിൽ ഞാനിപ്പോൾ ഇത് ഇത്രയും പ്രസ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ഞാൻ നേരത്തെ നോക്കിയിട്ടോ, അത്യാവശ്യം ഉപ്പുണ്ട്. ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് വെച്ചിട്ടുണ്ട്. ചെറുനാരങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ മുന്നേ പറയാം, ഇതൊരു തായ് ഇൻസ്പയർഡ് അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നല്ല ഫ്ലേവറായിരിക്കും, നല്ല മണമായിരിക്കും. നമുക്കിനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ ഓരോ ചെമ്മീനും എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നല്ല എരിവുണ്ട്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടപ്പോൾ ഇനി ശരിക്കും പറഞ്ഞാൽ എരിവ് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇതിപ്പോൾ സ്പൈസി ആയിട്ടുണ്ട്, മീഡിയം സ്പൈസ് അല്ല, സ്പൈസി തന്നെ ആയിട്ടുണ്ട്. സാധാരണ എൻ്റെ റെസിപ്പീസൊക്കെ മീഡിയം സ്പൈസ് ആയിരിക്കും, കാണുന്നവർക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാം. മാരിനേഷൻ കഴിഞ്ഞു, കണ്ടില്ലേ? ഞാനിതൊരു ബോക്സിലേക്ക് ആക്കി, ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുള്ള സൗകര്യത്തിന് ഒരു ബോക്സിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വയ്ക്കാം. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. പിന്നെ നമ്മൾ 1 കപ്പ് നല്ല തൻപാൽ ഒഴിക്കാൻ പോവാണ്. 1 കപ്പ് തൻപാൽ. ഇനി ഇതിലേക്കാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാൻ പോണത്. ഓരോരോ ചെമ്മീനായിട്ട് ഞാൻ നിരത്തി കൊടുക്കാൻ പോവാണ്. ഇങ്ങനെ പരത്തി തന്നെ വെക്കണം, ചുരുങ്ങരുത് ഇത്. അപ്പം നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം. ഇനി ഇതിലിരുന്നിട്ടിത് നല്ലപോലെ വെന്ത് ഈ പാല് ഫുള്ള് അബ്സോർബ് ആവണം. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തിളക്കണ കണ്ടില്ലേ?
ഇതേപോലെ തിളയ്ക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കുറച്ചൊന്ന് കോരി ഒഴിച്ചു കൊടുക്കാം പിന്നെ മുകളിൽ കൂടെ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ 9 ചെമ്മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. 9 ചെമ്മീന് 2 കപ്പ് നാളികേരം പാലാണ് വേണ്ടത്. ഇപ്പം ഞാൻ 5 ചെമ്മീനാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടി. ഇത് ആക്ച്വലി ഇതൊരു ഫ്രൈ ആണ്, പക്ഷെ നമ്മൾ ഓയിൽ യൂസ് ചെയ്യണില്ല. നാളികേരം പാലിൽ മാത്രമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതായത് ഈ നാളികേരം പാൽ മുഴുവൻ വറ്റി ഈ ചെമ്മീനിലേക്ക് മൊത്തമായിട്ട് പിടിച്ച് എണ്ണ പിരിഞ്ഞു വരും, വെളിച്ചെണ്ണ പിരിഞ്ഞു വരും. അതുവരെയാണ് നമ്മളിത് ഫ്രൈ ചെയ്യാൻ പോണത്. ശ്രദ്ധിക്കേണ്ട കാര്യം ചെമ്മീൻ ചുരുങ്ങി പോകാണ്ടിരിക്കാൻ മാത്രം. അപ്പോൾ ഇത് ഇവിടെ ഇരുന്നിട്ട് ഫ്രൈ ആവട്ടെ. അപ്പോൾ അതേ കണ്ടില്ലേ, ചെമ്മീൻ ഏകദേശം വെള്ളം എല്ലാം വറ്റി നമ്മൾ ഓഫ് ചെയ്യാൻ പോകണം. ഞാൻ പാത്രത്തിലേക്ക് എടുക്കട്ടെ. അപ്പോൾ പ്രോൺസ് ഇതേ റെഡിയായി. കണ്ടില്ലേ, നല്ല കളറാണ് പ്രോൺസിന്, നല്ല ടേസ്റ്റാണ്. എരിവ് എൻ്റെ അഭിപ്രായത്തിൽ ഇത്ര തന്നെ മതി.